ജനങ്ങൾക്ക് ഒപ്പം നിന്ന് ജനങ്ങളിൽ നിന്നും ഊർജം സ്വീകരിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പള്ളിയിൽ അനുസ്മരണം നടന്നു. കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകളിൽ പ്രാർത്ഥനാ നിർഭരമായി പുതുപ്പള്ളി. പ്രിയ നേതാവിന്റെ വിയോഗം ഒരാണ്ട് പിന്നിടുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആത്മശാന്തിക്കായുള്ള പ്രാർത്ഥനയിലാണ് പുതുപ്പള്ളി പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനകളോടെയാണ് ഈ ദിനം ആരംഭിച്ചത്. കല്ലറയിൽ ധൂപപ്രാർത്ഥന നടന്നു. കുടുംബാംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. ഈ അവസരം നന്ദി പറയാൻ കൂടിയുള്ള അവസരം. കേരളത്തിലെ ഓരോ സാധാരണക്കാരും കഴിഞ്ഞ ഒരു വർഷക്കാലം കാണിച്ച സ്നേഹവും ദയവായ്പും ഒരിക്കലും മറക്കുവാൻ സാധിക്കത്തില്ല. ഇവിടെ ഞങ്ങൾ നിൽക്കുവാനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നീ അവസരത്തിൽ ഞാൻ പറയുന്നു. ശേഷം പള്ളി അങ്കണത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത നേതൃഗുണം പിൻതലമുറയ്ക്ക് അനുകരണീയമെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ച ഉമ്മൻചാണ്ടി ജനങ്ങൾ അർപ്പിച്ച വിശ്വാസ്യത കാത്തുസൂക്ഷിച്ചുവെന്ന് ഗവർണർ അനുസ്മരിച്ചു. ജനങ്ങളിൽ നിന്ന് ഊർജം ആർജിച്ച നേതാവായിരുന്നു അദ്ദേഹം. ഈ ഊർജം കരുണയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ജനസേവനത്തിൽ എന്നും പ്രതിഫലിച്ചു. പരാതിയും ആവശ്യങ്ങളും ആയി ആർക്കും സമീപിക്കാവും ജനപ്രതിനിധി ആയിരുന്നു അദ്ദേഹം. ജനങ്ങൾ ആകട്ടെ അദ്ദേഹത്തെ സ്വന്തം തുന്നുഞ്ഞുണ്ണി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, വിവിധ സഭാധ്യക്ഷന്മാർ, സാമുദായിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കോട്ടയം.